ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ദി സീൻസ്. അപ്പം നമ്മൾ ഇന്നൊരു റീസ്റ്റോക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റീസ്റ്റോക്കിംഗ് ആണെങ്കിൽ തന്നെയും ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിലായിരുന്നു. വർക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഫാബ്രിക് വന്നിട്ട് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ട് വിചിത്ര സിൽക്സിലാണ്. കുറേ കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, മാം വിചിത്ര സിൽക്സ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിതാ കൊണ്ടുവന്നിട്ടുണ്ട്. 3 ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ അയക്കുന്ന ഈ മെറൂൺ ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വന്നിട്ട് റയർ ഷെയ്ഡാണ് കേട്ടോ. എന്താ എനിക്കിതൊരു എക്സാക്ട് ഷെയ്ഡ് പറയാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ഇലപ്പച്ചയെന്ന് പറയാം, അതായത് കിളുന്ത ഇലപ്പച്ചയുണ്ടല്ലോ, ആ ഒരു പച്ചയെന്ന് പറയാം, ഇല്ലെങ്കിൽ പഴുക്കാത്ത ലെമൺ യെല്ലോ ഷെയ്ഡായിട്ട് വരും കേട്ടോ. തേർഡ് വൺ വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനെല്ലാം മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും കൂടുതൽ മെസ്സേജസ് ഒക്കെ അയച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഗിവ് അവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ 5Kയിലേക്കുള്ള വീഡിയോസ് 5Kയിലേക്കുള്ള ഗിവ് അവേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് മെസ്സേജസും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റസ് ആക്കി വെച്ച് ഡീറ്റെയിൽ ഒക്കെ അയക്കുന്നുണ്ട്. അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ കുറച്ച് സബ്സ്ക്രിപ്ഷനും കൂടി നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു വിചിത്ര സിൽക്സ് ആണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് ഉണ്ട്, വിചിത്ര സിൽക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒതുങ്ങാത്ത ടൈപ്പാണ്, ഭയങ്കര എന്താ പറയുക, കുറച്ച് വണ്ണം ഉള്ളവർക്കൊക്കെ വണ്ണം തോന്നിക്കും, അങ്ങനെയൊക്കെ ഒരു ഫീലുണ്ട്. ആക്ച്വലി ഇതൊക്കെ നല്ല മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. ഇതൊക്കെ അങ്ങനെയുള്ളതല്ല, ജോർജറ്റ് ഫാബ്രിക് ആണെന്നേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പം ഞാനൊക്കെ വേറെ ഇരിക്കുന്നത് കണ്ടില്ലേ, ഒരു ജോർജറ്റ് ഫാബ്രിക് നമുക്ക് വേറെ ചെയ്യുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഏലയിലാണ് വരുന്നത്. കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ആണ് വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് കുറേ കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഞാൻ ജോർജറ്റിൽ കൊണ്ടുവന്നപ്പം അത് പർച്ചേസ് ചെയ്തിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഏലയിലാണ് വരുന്നത്. ഈ കുർത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നെക്ക് ഏരിയ ആണ് കേട്ടോ. ഇതിന്റെ നെക്ക് ഏരിയ വന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒറിജിനൽ മിറർ വർക്കും അതിന് ചുറ്റിലായിട്ട് ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയൊരു അടിപൊളിയാണ്. ഇത് വിചിത്ര സിൽക്സ് ആണെങ്കിൽ തന്നെയും ചെറിയ നോർമലിയുള്ള വിചിത്ര സിൽക്സിന് ഇത്രയും ഒരു ഷൈനിങ് വരുന്നില്ല. ഇതിൽ ചെറിയൊരു ഷൈനിങ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇനി വിഷു വരെയാണ്, ഈദ് വരെയാണ്, ഈസ്റ്റർ വരെയാണ്. അപ്പം നിങ്ങൾക്ക് ആ ടൈമിലൊക്കെ പെട്ടെന്ന് തിരക്കിട്ട് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നേരത്തെ തന്നെ വേഗം പർച്ചേസ് ചെയ്ത് വെച്ചോളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഈ യോക്കേരിയിൽ അതേ സെയിം വർക്ക് വന്നിട്ട് 3/4 സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. 2 പീസാണ് കേട്ടോ ഇത്. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ടയിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ നേരത്തെ ചെയ്തതിന് ദുപ്പട്ടയ്ക്ക് വന്നിട്ട് ഇത്രയും വീതി ഉണ്ടായിരുന്നില്ല, കുറച്ച് വീതി കുറവായിരുന്നു. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 2.5 ആണ് വരുന്നത് കേട്ടോ. ഇതിൽ വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടാലോ? നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. ഇതിൻ്റെ ഈ നെക്ക് ഏരിയയിൽ കണ്ടോ, ഫുള്ളായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇതിന് വന്നിട്ട് നമുക്ക് ഇതേ സെയിം ഷെയ്ഡ് ഒരു എന്താ പറയുക, സിഗരറ്റ് പാൻറ്റോ ഒരു ലെഗിൻസോ ഒക്കെ വെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്, ഫ്ലെയർ വരുന്നുണ്ട്. ഇതിപ്പം സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ തന്നെയും വിസിബിൾ ഒന്നും അല്ല, കാരണം വിചിത്ര സിൽക്സ് ആണല്ലോ. ജോർജറ്റ് ആണെങ്കിൽ തന്നെയും അത്രയും വിസിബിൾ ഒന്നും അല്ല, കാരണം നമ്മൾ ഒക്കെ സെല് ചെയ്യുന്നത് വന്നിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ജോർജറ്റ് ഫാബ്രിക്കാണ്. അതിലൊന്നും അത്രയൊന്നും നിഴലടിക്കത്തില്ല. ചെറുതായിട്ടൊരു നിഴലടിക്കും, പക്ഷെ ഇതിൽ ഒട്ടും തന്നെ നിഴലടിക്കത്തില്ല. ഇത് കണ്ട് ഈ ലൈറ്റിൽ തന്നെയും ഒട്ടും നിഴലടിക്കുന്നില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. ഈ നമ്മളിപ്പോൾ കണ്ട കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു അടിപൊളിയായിട്ടുള്ള നല്ല ഷെയ്ഡാണ് കേട്ടോ. 3 ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ വേഗം പർച്ചേസ് ചെയ്യണം. സെക്കൻഡ് വൺ വന്നിട്ട് നമ്മൾ ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ഈ ടൈപ്പിലുള്ള ജോർജറ്റിൽ ചെയ്ത സമയത്തും ഇത് കൊണ്ടുവന്നിട്ടില്ല. ഇതൊരു റയർ ആയിട്ടുള്ള ഷെയ്ഡാണ്. അതും അടിപൊളിയാണ് കേട്ടോ. അടിക്കുന്ന ഷെയ്ഡൊന്നും അല്ല. ഈ വീഡിയോ കാണുന്ന എൻ്റെ ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. വീഡിയോ കാണുന്ന സെയിം ഷെയ്ഡാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. സെക്കൻഡ് വൺ വന്ന് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ
ബാക്ക് പോർഷൻ വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു ദുപ്പട്ടയൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, ജോർജറ്റ് പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. വിചിത്ര പോലെ ചില അത് ക്വാളിറ്റി ഇല്ലാത്ത വിചിത്രമാണ് കേട്ടോ അങ്ങനെ ഒതുങ്ങാത്തത്. ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഈ ഓക്കിയിൽ ഇത്രയും വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ദുപ്പട്ടയിൽ വർക്കിന്റെ ആവശ്യം വരുന്നില്ല. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ കുർത്തി കൊണ്ടൊന്ന് പെട്ടെന്ന് വേറെ ആയിട്ട് വന്നാലോ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. സൂപ്പർ അല്ലേ. ഇതിന്റെ വേറൊരു ഷെയ്ഡ് കൂടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, പർപ്പിൾ ഷെയ്ഡാണ്. എല്ലാം അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ തേർഡ് വൺ വരുന്നത്. ബാക്കി നമ്മൾ നേരത്തെ കണ്ട ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. കണ്ടോ, ഈ ഒരു പർപ്പിൾ ഷെയ്ഡിലൊക്കെ ഈ ഒരു വർക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, പ്ലെയിൻ ആണ്. 2.5 ആണ് ലെങ്ത് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് എണ്ണം കൂടെ ഒന്ന് പെട്ടെന്ന് വേറെ ആയിട്ട് വന്നാലോ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ട 3 കുർത്തിന്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 1050 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. പിന്നെ അടുത്തൊരു എലഗന്റ് കളക്ഷനുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ.